തലയിൽ പ്ലാസ്റ്റിക് ഡപ്പ കുടുങ്ങിയ ഒരു ജീവൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒന്നും ഉണ്ണാൻ കഴിയാതെ, ഉറങ്ങാൻ കഴിയാതെ, കുടിക്കാനോ കഴിയാതെ വല്ലാത്തൊരു ദുരവസ്ഥയാവില്ലേ ആ ജീവിതം. അങ്ങനെ ഒരു ജീവിയെ നമ്മൾ ഈ മാസം രക്ഷപ്പെടുത്തി എത്രയെന്ന് നമുക്ക് തന്നെ കണക്കില്ല. ഇന്നലെ രക്ഷപ്പെടുത്തിയ അങ്ങനെ മറ്റൊരു ജീവനാണ്. ഇന്നലെ തെരഞ്ഞു പോയി. അവനെ തെരഞ്ഞു നോക്കുമ്പോൾ വാർപ്പിൻ്റെ മേലുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ വാർപ്പിൻ്റെ മേലേക്കാണ് എൻ്റെ നോട്ടവും ശ്രദ്ധയും മുഴുവൻ. അപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഒരു സെക്കൻഡ് ആ ശ്രദ്ധ എൻ്റെ പാളിപ്പോയിരുന്നെങ്കിൽ ആൾ കൈവിട്ടു പോയേനെ. കാരണം എൻ്റെ കാൽച്ചോട്ടിൽ തൊട്ടടിയിലായിരുന്നു ആള്. ഞാൻ മുകളിലേക്കാണ് ശ്രദ്ധിച്ചത്. പെട്ടെന്ന് ഞാൻ ബാക്കിലോട്ട് ഇറങ്ങി. നേരെ നെറ്റ് വെച്ചെടുത്ത് ആള് നെറ്റിനകത്ത് കയറി ട്രാപ്പായി. ഇല്ലെങ്കിൽ കുടുങ്ങിപ്പോയിരുന്നു. നേരെ ആൾ ഓടിപ്പോയിരുന്നു. കാരണം ഇന്നലെ മിനിഞ്ഞാന്ന് പോയി ഞാൻ ഒരുപാട് ട്രൈ ചെയ്തതാണ്. അങ്ങനെ വാർപ്പിൻ്റെ മേലെ തന്നെ ആളെ കയറ്റി സ്വസ്ഥമായിട്ട് ഡപ്പ കട്ട് ചെയ്യാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ശാന്തമായി. കാരണം ചില ഡോഗ്സ് തങ്ങളെ രക്ഷിക്കുകയാണെന്ന് അവർക്കൊരു തിരിച്ചറിവുണ്ടാവും. ചിലവർ പെട്ടെന്ന് എന്താ പറയുക, വയലൻ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇയാളുടെ ഡപ്പ നമ്മൾ ഊരിയിട്ടു. അങ്ങനെ ആൾക്ക് പിന്നെ ഒരു പുതുജീവിതം, ഒരു സന്തോഷം, ഒരു പുനർജന്മം. ആൾ രക്ഷപ്പെടാൻ പോവുകയാണ്. നമ്മുടെ വീഡിയോ കാണുന്നത് നിങ്ങൾ എവിടെയൊക്കെ ഇരുന്നിട്ടായിരിക്കും കാണുന്നുണ്ടാവില്ലേ. ഈ ഭൂമിയുടെ ലോകത്തിൻ്റെ ഓരോ കോണിൽ എത്രയെത്ര ഏതൊക്കെയോ രാജ്യങ്ങളിൽ ഇരുന്ന് ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടാവും. മനുഷ്യർക്ക് വേണ്ടി സഹായിക്കാൻ ഒരുപാട് പേരുണ്ടാവും. ഈ ജീവജാലങ്ങളെ സഹായിക്കാൻ നമ്മളെപ്പോലെ ചിലരേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം.